ഹലോ ഗായ്സ്, അങ്ങനെ ഞാൻ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് നേരെ ആംസ്റ്റർഡാമിലേക്ക് പോവാം. ഞാൻ ബസ്സിലാട്ടോ പോകുന്നത്. നല്ല ടൈം എടുക്കും. അപ്പോൾ ഏകദേശം ഒരു 8 മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ട്. പോകുന്ന വഴിക്ക് നല്ല ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേറൊരു കൺട്രിയിലോട്ട് കയറുകയല്ലേ, അപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ പാസ്പോർട്ട് നല്ലപോലെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നേരെ ഞാൻ ആംസ്റ്റർഡാമിലേക്ക് എത്തി. അവിടെ എത്തിയിട്ട് റൂം ചെക്കിൻ ചെയ്തു, ബാഗൊക്കെ വെച്ചിട്ട് നേരെ ആംസ്റ്റർഡാം സിറ്റി കാണാൻ വേണ്ടി ഇറങ്ങി. അന്ന് തന്നെ ഇറങ്ങി കേട്ടോ. കാര്യം ഭയങ്കര ടയേർഡാണ്, പക്ഷേ എന്നാലും കാണേണ്ടതൊക്കെ കാണണ്ടേ. അങ്ങനെ ആംസ്റ്റർഡാം, ഇതാണ് ആംസ്റ്റർഡാമിലെ ശരിക്കും പറഞ്ഞാൽ കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. പക്ഷേ നമ്മളൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മക്കളെ ആരെയും കൊണ്ടുവരില്ല. പക്ഷേ ഇവർ പെറ്റ്സ് ആവട്ടെ മക്കളാവട്ടെ എല്ലാവരെയും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ ഫുഡ് സ്ട്രീറ്റ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കാക്കയൊന്നുമല്ല, ഇതൊരുമാതിരി ഏതോ ഒരു പ്രാവ് പോലത്തെ ഏതോ ഒരു പക്ഷി ഭയങ്കരമായിട്ട് പറക്കും. അങ്ങനെ ഞാൻ ആംസ്റ്റർഡാമിൽ ഉള്ളിലേക്കാട്ടോ ഈ സെക്സ് ഷോപ്പുകൾ അങ്ങനെയുള്ള ഷോപ്പുകളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിലെ അകത്തേക്ക് ഞാൻ കടന്നു. ശരിക്കും പറഞ്ഞാൽ ബാറിലാവട്ടെ അല്ലാതെ ആവട്ടെ കുറേ ക്രൗഡായിരുന്നു. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുക. സിംഗിളായിട്ട് വരുന്നത് ഭയങ്കര ബോറിങ് ആട്ടോ. A to Z കാര്യങ്ങൾ ഇവിടെ കിട്ടും. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ചിലയിടത്ത് വീഡിയോ അലൗഡ് അല്ല. അതുകൊണ്ട് എനിക്ക് ചില ഭാഗങ്ങൾ കാണിക്കാൻ പറ്റുന്നത്. എൻ്റെ പെറ്റ്സ് ഓരോ ഷോപ്പും ഓരോന്നാണ്. അതായത് ചില ഷോപ്പുകളിൽ ഈ ഷോപ്പിൻ്റെ പ്രത്യേകത ലീഗലായിട്ട് നമുക്ക് കഞ്ചാവിൻ്റെ എല്ലാ ഐറ്റംസും കിട്ടും. അത് വെറുതെ അല്ല. ഈ പറയുന്നത് കേക്ക് കിട്ടും, കുക്കീസ് കിട്ടും. ഇത് കുക്കീസായിരുന്നു കേട്ടോ. ഇത് ലോലിപ്പോപ്പ്, കഞ്ചാവിൻ്റെ ലോലിപ്പോപ്പ് കേട്ടോ. പിന്നെ കേക്ക്. അങ്ങനെ ഞാനൊരു എന്തെങ്കിലും മിഠായി, ജെല്ലി മിഠായിസ് ഇതെല്ലാം കഞ്ചാവിൻ്റെ, ഇത് ലീഗലായിട്ടോ ഇവിടെ. അങ്ങനെ ഞാനൊരു കേക്കൊക്കെ വാങ്ങിച്ചു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഞാൻ ഇവിടെ വെച്ച് കഴിച്ചില്ല, കാര്യം കഴിച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ എന്ന് വിചാരിച്ച്. പിന്നെ കുറേ ഇതിൻ്റെ തന്നെ ചോക്ലേറ്റ്സ് അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് നാട്ടിലോട്ടൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ ഇത് മഷ്റൂമിൻ്റെ ഷോപ്പ്. കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ നിന്നു. പക്ഷേ എല്ലാത്തിനും അത്യാവശ്യം നല്ല റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നിടം വരെ ഓക്കെ ബൈ. ഞാൻ കൂടുതൽ വലിയൊരു വീഡിയോ ഇടാം കേട്ടോ ഇതിനെപ്പറ്റി.